الله اللهم رب هذه الأهدية التامة والصلاة محمد رسول الله. الحمد لله رب العالمين الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم تسليما كثيرا. أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. عباد الله أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. قال هل آمنكم عليه إلا كما أمنتكم على أخيه من قبل فالله خير حافظا وهو أرحم الراحمين. വിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ് മസ്തതാഅത്ത്. സഹോദരന്മാരെ, ഒരൽപ്പം ഭീതി നിറഞ്ഞ കാലാവസ്ഥയിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ നമ്മളെല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാവൽ, സംരക്ഷണം എന്നുള്ളത്. എവിടെ നിന്ന് സംരക്ഷണം ലഭിക്കും എന്ന കാര്യം എല്ലാവരുടെ മനസ്സും കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഓതിവെച്ച ആയത്ത് ആ ഒരു കാര്യത്തിലേക്ക് സൂചന നൽകുകയാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ ആദ്യം യൂസുഫ് നബി അലൈഹി സ്വലാമിനെ മല്ല തട്ടിക്കൊണ്ടുപോയി, പിന്നീട് സഹോദരനായ ബിന്യാമീനെയും തട്ടിക്കൊണ്ടുപോവാനുള്ള ആ ഏർപ്പാടിൽ, ആ സന്ദർഭത്തിൽ പിതാവ്, വന്ധ്യനായ ആ പിതാവ് പറയുന്ന ഒരു കാര്യം ലോക ജനതയെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഖാല, ആ സന്ദർഭത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാം പറയാണ്, ഹൽ ആമുനുക്കും അലൈഹി ഇല്ലാ കമാ അമിൻതുക്കും അലാ അഖീഹി മിൻ ഖബൽ. മുമ്പ് സഹോദരനായ ബിന്യാമീന്റെ സഹോദരനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ സാധിക്കാത്തതുപോലെ ബിന്യാമിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കാനാണ്? എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഫല്ലാഹു ഖൈറുൻ ഹാഫിള. ഏറ്റവും വലിയ കാവൽ നൽകുന്നവൻ, സംരക്ഷണം നൽകുന്നവൻ അല്ലാഹു അത്രേ. വഹുവ അർഹമുർ റഹീമീൻ. അവനാണ് ഏറ്റവും കരുണ ചെയ്യുന്നവരിൽ, കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യവാൻ അല്ലാഹുവാണ് എന്ന് അദ്ദേഹം ആ മക്കളോട് പറയുന്നുണ്ട്. ഇതെന്തിനാ വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയത്? നമ്മെ പഠിപ്പിക്കാനാണ്. അല്ലാഹുവിൻ്റെ കാവലാണ് സഹോദരന്മാരെ ഏറ്റവും വലിയ കാവൽ. നാമൊക്കെ ആശങ്കയോടെ, വേദനയോടെ ഉള്ള ഒരു സ്ഥിതിയിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. ആ സന്ദർഭത്തിൽ നമുക്കൊക്കെ കാവൽ വേണം. ആ കാവലുണ്ടാവാനാണ് നാം അടച്ചു പൂട്ടിയ റൂമിൻ്റെ അകത്ത് നിൽക്കുന്നത്. അതേപോലെ തന്നെ ബങ്കറുകളിൽ നാം താമസിക്കുന്നത് ഈ കാവൽ ലഭിക്കാനാണ്, ഈ സംരക്ഷണം ലഭിക്കാനാണ്. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, റൂമിൻ്റെ അകത്ത് ലോക്കിട്ട് പൂട്ടിക്കിടന്ന ഒരു പിഞ്ചു കുഞ്ഞാണ് യഥാർത്ഥത്തിൽ മരണത്തിന് വിധേയമായത്. ഇവിടെ അതിനുവേണ്ടി പോരാടുന്ന പോരാളികൾ പോലും ചിലപ്പോൾ മരണത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. അപ്പൊ യഥാർത്ഥത്തിലുള്ള കാവൽ നമ്മുടെ ഈ കാവലല്ല, നമ്മുടെ കോട്ടും ബാങ്കറുകളും ഒന്നുമല്ല, മറിച്ച് യഥാർത്ഥത്തിലുള്ള അതൊക്കെ കാരണങ്ങളാണ്. ആ കാരണങ്ങൾ നാം സ്വീകരിക്കണം.
അത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒക്കെ പിന്നാമ്പുറത്ത് ഇതിനെ നാം ആസ്പദമാക്കരുത്, അവലംബിക്കരുത്. മറിച്ച് അതിനപ്പുറത്ത് എന്റെ സംരക്ഷകൻ ഫല്ലാഹു ഖൈറുൻ ഹാഫിള, എന്റെ സംരക്ഷകൻ അള്ളാഹുവാണ് എന്ന ബോധമാണ് നമുക്ക് സദാ ഉണ്ടായിരിക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ഒരിക്കലും വിടാതെ പ്രാർത്ഥിച്ചിരുന്ന ഒരു ദിക്റിനെ സംബന്ധിച്ച് ഹദീസ് ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയാ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനിനാ വദുനിയാനാ വമാലിനാ വഅഹ്ലിനാ വസ്തുർ ഔറാത്തിനാ വമിൻ റൗആത്തിനാ വഹ്ഫദ്നാ മിൻ ബൈനി ഐദീനാ വമിൻ ഖൽഫിനാ വഅൻ അയ്മാനിനാ വഅൻ ശമാഇലിനാ വമിൻ ഫൗഖിനാ വമിൻ തഹതി അർജുലിനാ വഫി റിവായ അൻ ഉഗ്താല മിൻ തഹ്തിനാ. സഹോദരന്മാരെ, പ്രവാചകൻ വിടാതെ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന. എന്താണ് അതിൻ്റെ അർത്ഥം സഹോദരന്മാരെ? അള്ളാഹുവേ, ഞാൻ നിന്നോട് മാപ്പും ആഫിയത്തും ആവശ്യപ്പെടുന്നു. അള്ളാഹുവേ, എൻ്റെ ന്യൂനതകളൊക്കെ എനിക്ക് നീ മറച്ചു തരണമേ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ പ്രധാന ഭാഗം അല്ലാഹുമ്മ ഹ്ഫദ്നി മിൻ ബൈനി യദയ്യ, എന്റെ മുന്നിലൂടെ വരുന്ന ആപത്തുകൾ വിപത്തുകളിൽ നിന്ന് പടച്ചവനെ നീ എന്നെ കാക്കണേ. വമിൻ ഖൽഫി, എന്റെ ഇടത് ഭാഗത്തിലൂടെ വരുന്ന ആപത്തുകൾ വിപത്തുകൾ അല്ലാഹുവേ, എന്റെ വലത് ഭാഗത്തിലൂടെ, എന്റെ ഇടത് ഭാഗത്തിലൂടെ, എന്റെ മുകൾ ഭാഗത്തിലൂടെ, എന്റെ തായ് ഭാഗത്തിലൂടെ വരുന്ന ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും പടച്ചവനെ നീ എനിക്ക് കാവൽ നൽകണമേ എന്ന് പ്രവാചകൻ രാവിലെയും വൈകുന്നേരം വിടാതെ പ്രാർത്ഥിച്ചിരുന്നു. സഹോദരന്മാരെ, ഈ ഒരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ നമുക്ക് രക്ഷ നൽകുന്നത്. ആ അള്ളാഹുവിലുള്ള തവക്കുലാണ് ഈ പ്രാർത്ഥനയിൽ ഉള്ളിൽ കിടക്കുന്നത്. എന്താ? അള്ളാഹുവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ റബ്ബിലേക്ക് ഏൽപ്പിക്കുകയാണ്. തവക്കുലിന്റെ വാക്കാണത്. അതുകൊണ്ട് റബ്ബിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ കാവലുണ്ടാവും. മഹാനായ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനത്തിന്റെ ഒട്ടകപ്പുറത്ത് ബാക്കിലിരുത്തിക്കൊണ്ട് സഞ്ചരിക്കുകയാണ്. എന്നിട്ട് പഠിപ്പിക്കുകയാണ്, യാ ഗുലാം, എന്റെ മോനെ, എന്റെ കുട്ടി എന്ന് വിളിച്ചിട്ടാണ്. നോക്കൂ നിങ്ങൾ, ആ വിളിയിൽ തന്നെ എന്തുണ്ട്? വളരെയധികം സ്നേഹമുണ്ട്. എന്നിട്ട് വിളിച്ചിട്ട് ഇന്നി ഉഅല്ലിമുക ബികലിമാത്തിൻ, ചില വചനങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കണം എന്താ? യഹ്ഫദില്ലാഹ് യഹ്ഫദുക്, യഹ്ഫദില്ലാഹ് തജിദ് തുജാഹക്. നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്താ സഹോദരന്മാരെ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ നിയമങ്ങൾ, അള്ളാഹുവിന്റെ ഹുദൂദുകൾ നാം പാലിക്കണം. അള്ളാഹു ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ നാം ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു ചെയ്യരുത് എന്ന് പറയുന്നതിൽ ഞാൻ വെടിഞ്ഞു നിൽക്കണം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഇതാണ് യഹ്ഫദില്ലാഹ് എങ്കിൽ യഹ്ഫദുക്. അള്ളാഹുവിന്റെ സംരക്ഷണം, അള്ളാഹുവിന്റെ കാവൽ നിനക്ക് ലഭിക്കും എന്നതാണ് ആ ഹദീസ് നമ്മെ പഠിപ്പിക്കും. അപ്പൊ സഹോദരന്മാരെ, നമുക്ക് കാവലായി, നമുക്ക് സംരക്ഷകനായി എപ്പോഴും നാം മുമ്പിൽ കാണേണ്ടത് എന്റെ സൃഷ്ടാവായ അള്ളാഹു. അപ്പോ എന്തിനാ ഞാൻ എന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പടച്ചോൻ എന്നെ യുദ്ധക്കെടുതിയിൽ എന്തിനു കൊണ്ടുപോയിട്ട് പടച്ചോനെ ഈ രാജ്യത്ത് എന്തുകൊണ്ട് എന്നെ കൊണ്ടുപോയിട്ടു എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് വരാം. അവിടെയും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹു നേരത്തെ രേഖപ്പെടുത്തിയതല്ലാതെ നമുക്കൊന്നും തന്നെ ബാധിക്കൂല. ഏത് യുദ്ധക്കെടുതിയിലുള്ള രാജ്യത്തായിരുന്ന സ്ഥലത്തായിരുന്നാൽ പോലും റബ്ബ് കണക്കാക്കിയതേ നമുക്ക് ബാധിക്കുകയുള്ളൂ എന്ന അടിയുറച്ച ഖദർഖലായിലുള്ള വിശ്വാസമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കും. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ സഹോദരന്മാരെ ആലോചിച്ചു, നമുക്ക് എത്ര സന്തോഷം, സമാധാനം ഉണ്ടാവും. നമുക്ക് അന്താളിപ്പുണ്ടാവില്ല, അസ്വസ്ഥത ഉണ്ടാവില്ല, കലക്കുണ്ടാവില്ല, ഫസ ഉണ്ടാവില്ല, ഖൗഫ് ഉണ്ടാവില്ല. മറിച്ച് നമുക്ക് ആ റബ്ബിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ ഖദർഖല ആണ്. അള്ളാഹുവിന്റെ ഖദർഖല എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈറാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും അത് നമുക്ക് തിന്മയല്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താ? യുദ്ധക്കെടുതികളും
പരീക്ഷണങ്ങളും ആപത്തുകളും വിപത്തുകളുമൊക്കെ നമ്മെ തകർക്കാനുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് തകർക്കാനുള്ളതല്ല, നമ്മെ തകർക്കാനല്ല അള്ളാഹുവിന്റെ യുദ്ധക്കെടുതികളും പരീക്ഷണങ്ങളും, മറിച്ച് നമുക്ക് ശക്തി നൽകുവാനാണ്. എന്ത് ശക്തി സഹോദരന്മാരെ? ഈമാനികമായ ശക്തി, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനുള്ള ശക്തി. ഒരു പ്രയാസമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നത്. അപ്പോഴാണ് അവൻ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കുന്നത്. ഇങ്ങനെ റബ്ബിലേക്ക് തിരിഞ്ഞു നോക്കാനാണ് ഇത്തരം പരീക്ഷണങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയത്. ദുരന്തങ്ങളും പരീക്ഷണങ്ങളും ആപത്തുകളും യുദ്ധക്കെടുതികളും ഒന്നും നമ്മെ വേസ്റ്റ് കൊട്ടയിലേക്ക് തള്ളാനുള്ളതല്ല, മറിച്ച് അള്ളാഹുവിനോട് അടുപ്പിക്കാനാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. ആ ലന എന്ന പദം തന്നെ വളരെ ശ്രദ്ധേയമാണ്. ആരോടാ അത് പറയുന്നത്? വിശ്വാസികളായ ആളുകളോടാ പറയുന്നത്. അതുകൊണ്ട് ലന എന്ന് പറയുന്ന അലൈന എന്നല്ല അള്ളാഹു പറഞ്ഞത്. നമുക്കൊരു മുസീബത്ത് ബാധിച്ചാലും യുദ്ധക്കെടുതിയിലെ പ്രയാസങ്ങൾ നാം അനുഭവിച്ചാലും അത് നമുക്ക് ഹൈറാണ് സഹോദരന്മാരെ. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസി പരീക്ഷണങ്ങളെ നോക്കിക്കാണേണ്ട രൂപം പഠിപ്പിക്കുന്നത് അജബൻ ലി അംറിൽ മുഅ്മിൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഹദീസിൽ ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണെന്ന അല്ലേ. ഒരു മുസീബത്ത്, ഒരു സറാ, ഒരു നന്മ ബാധിച്ചാൽ ശക്കറ, ഇനി ഒരു തിന്മ, ഒരു മുസീബത്ത് ബാധിച്ചാൽ സ്വബറ. അപ്പൊ രണ്ടും അവനുണ്ടാവും അല്ലേ. നന്മയുടെ അവസ്ഥയിൽ അവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യും, തിന്മയുടെ അവസ്ഥയിൽ അവൻ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും അവന്റെ ജീവിതം മുന്നോട്ട്. അപ്പൊ സഹോദരന്മാരെ, ഈ ഒരു കാര്യം അള്ളാഹു നമ്മെ ഒരിക്കലും കൈവിടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മെ കൈവിടില്ല. മറിച്ച് റബ്ബിന്റെ കാവൽ, റബ്ബിന്റെ സംരക്ഷണം നമുക്ക് നിരന്തരമായി ഉണ്ട്, അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ താൽക്കാലികമായ ഇതിലൊന്നും നാം നമ്മുടെ വിശ്വാസം ഒരിക്കലും തകർക്കാൻ പാടുള്ളതല്ല എന്ന വലിയ പാഠമാണ് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹ് ഊസിക്കും ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഈ സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കിംവദന്തി, ഷായിആത്ത് എന്ന് പറയും അറബിയിൽ. കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നതിന് വളരെ സൂക്ഷിക്കണം. കാരണം ഒരു വാർത്ത കിട്ടുമ്പോൾ ആ വാർത്ത എവിടുന്നാ വന്നത് എന്ന് നാം ശരിക്കും പരിശോധിക്കണം. വഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അതാ. ഏതെങ്കിലും ഒരു വാർത്ത യുദ്ധക്കെടുതിയുമായോ അതിന്റെ മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്ന ഫഇദാ ജാഅകും അംറും മിനൽ അംനി വൽ ഖൗഫി, നിർഭയത്വത്തിന്റെയോ യുദ്ധക്കെടുതിയുടെയോ ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അവർക്ക് വന്നെത്തിയാൽ അതങ്ങട്ട് പ്രചരിപ്പിക്കും, അവർ കൊട്ടിഘോഷിക്കും. യഥാർത്ഥത്തിൽ വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻകും, അവരിൽപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകളിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും അത് ഏൽപ്പിച്ചിരുന്നെങ്കിൽ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ കഴിവുള്ള ആളുകൾ അതിന്റെ നിജസ്ഥിതി ശരിക്കും മനസ്സിലാക്കി തരുമായിരുന്നു. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തു, അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ ഫദ്ലും ഇല്ലെങ്കിൽ ലത്തബഅതുമുശ്ശൈത്വാന ഇല്ലാ ഖലീല, നിങ്ങൾ പിശാചിനെ പിൻപറ്റും എന്നുള്ളതാണ്. വളരെ കുറച്ച് ആളുകൾ ഒഴികെ. അപ്പൊ സഹോദരന്മാര്, ഒരു വാർത്ത യുദ്ധവുമായി ബന്ധപ്പെട്ടതോ ഈ അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് നാം അത് ഷെയർ ചെയ്യാനോ ഫോർവേഡ് ചെയ്യാനോ പാടുള്ളതല്ല. മറിച്ച് അതിന്റെ നിജസ്ഥിതി നാം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ കഫാ ബിൽ മർഇ കദിബ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കളവ് കേട്ടതൊക്കെ പറയലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാം ഫോർവേഡ് ചെയ്യുന്നതിൽ നിന്ന് അത്തരം കാര്യങ്ങൾ നാം വളരെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഇതിന്റെ അവതരണ ഹേതുവായി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ മദീന പ്രദേശത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഭാര്യമാരെ മുഴുവൻ തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ
ജനങ്ങളുടെ കൂട്ടത്തിൽ ഈ സംസാരം ഇങ്ങനെ കേട്ടപ്പോ അദ്ദേഹം മദീന പള്ളിയിലേക്ക് വരികയാണ്. അനുമതി ചോദിച്ചുകൊണ്ട് പ്രവാചകന്റെ റൂമിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ നിന്ന് പ്രവാചകനോട് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലെ, താങ്കളുടെ ഭാര്യമാര് ത്വലാഖ് ചൊല്ലി ആളുണ്ടോ? ആളുകളൊക്കെ ഇത് സംസാരിക്കുന്നുണ്ടല്ലോ. ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ മദീനാവതി പള്ളിയുടെ ഗേറ്റിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വലാഖ് ചൊല്ലി. യഥാർത്ഥത്തിൽ ആ പ്രവാചകനെ ഒരു കിംവദന്തി ഉണ്ടാക്കിക്കൊണ്ട് പ്രവാചകനെ ഇകഴ്ത്താനുള്ള ഏർപ്പാടായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ ഇത് തന്നെയാണ് ഇത്തരം വേളകളിലൊക്കെ കപടവിശ്വാസികളും അതേപോലെ അവിശ്വാസികളായ ആളുകളും ചെയ്യുന്ന രീതി. അതുകൊണ്ട് കേൾക്കുന്ന വാർത്ത മുഴുവൻ ഒരിക്കലും നാം അത് ചെവി കൊടുക്കരുത് സഹോദരന്മാരെ. മറിച്ച് അത് കൈകാര്യം ചെയ്യേണ്ട ആളുകൾ ഇവിടെയുണ്ട്. അവർ ചെയ്ത് അവിടെ നിന്ന് അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന വാർത്തയല്ലാതെ മറ്റൊന്നും നാം സ്വീകരിക്കാൻ പാടുള്ളതല്ല എന്നതാണ് ഇത് നമ്മെ ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഹ്ഫദ്നാ ബിഹിഫ്ളിക് വഖ്ലഅനാ ബിഐനി റിആയതിക്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനശ് ശിഖാഖി വന്നിഫാഖി വസൂഇൽ അഖ്ലാഖ്. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലശ് ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത് إنك قريب سميع مجيب الدعوات. اللهم وفق أميرنا وولي عهده لهداك واجعل أعمالهما في رضاك وألبسهما ثوب الصحة والعافية والإيمان واجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم احفظ الكويت وأهلها والمقيمين على أرضها. اللهم احفظ الكويت وأهلها والمقيمين على أرضها من كل شر ومكروه. وآخر دعوانا أن الحمد لله رب العالمين.